നമസ്തേ. വേ ഓഫ് ദ അസറ്റിക്സ് എന്നൊരു ചെറിയ ഗ്രന്ഥം പരിഭാഷ ചെയ്തിരുന്ന കാലം, അതിലെ ചില വരികൾ മനസ്സിൽ വല്ലാതെ തറച്ചു. അനുസരണത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. അനുസരണം നിന്റെ തന്നിഷ്ടങ്ങളുടെ ശവക്കുഴിയാണത്രേ. ഒപ്പം താഴ്മയുടെ ഗർഭപാത്രവും. ടോംബ് ആൻഡ് വോംബ്. ചിലപ്പോൾ നീ ചോദിച്ചേക്കാം, ആരെയാണ് അനുസരിക്കേണ്ടതെന്ന്. വിശുദ്ധന്മാരുടെ മറുപടി ഇതാണ്: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. എബ്രായ ലേഖനത്തിലുണ്ട്. ഒരു യഥാർത്ഥ ഗുരുവിനെ നിങ്ങൾക്ക് കണ്ടെത്താനായില്ലെങ്കിൽ എന്താണ് ചെയ്യുക? സഭ ദീർഘദർശനത്തോടെ പറയുന്നു, നിങ്ങൾ ധനികനോ ദരിദ്രനോ സന്യാസിയോ വിവാഹിതനോ ആരായിരുന്നാലും ഒരു ഗുരുവുണ്ട്. നിങ്ങൾക്ക് അവനോട് അനുസരണം കാട്ടാനാവും. അത് മറ്റാരുമല്ല, ഉപവാസമാണ്. ഫാസ്റ്റിംഗ്. ഉപവാസം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സഹയാത്രികരെല്ലാം നിങ്ങൾക്ക് ഗുരുവാകാം. അവരുടെ നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇച്ഛകളെ മാറ്റിവെക്കുന്നതിലൂടെയും നിങ്ങൾ അനുസരണം ശീലിക്കുകയാണ്. അനുസരണം നിരവധി അതിരുകളെ ഭേദിക്കുന്നതാണ്. അത് നിന്റെ അഹന്തയെ തകർക്കും. നിന്റെ എതിർപ്പുകൾക്കുള്ള വ്യഗ്രതയെ നീക്കം ചെയ്യും. നിന്റെ സ്വന്തം വിവേകത്തെ ദൂരീകരിക്കും. നിന്റെ ഇത്തരം പുറന്തോടുകൾ പൊട്ടിവീഴാതെ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം ഒരു മഹാരഹസ്യം എന്നത് നീ അറിയില്ല. അനുസരണം പറഞ്ഞാൽ കേൾക്കലല്ല, പറയാതെ കേൾക്കലാണ് എന്ന് പ്രസംഗിച്ചപ്പോ രണ്ട് പഴഞ്ചൊല്ല് പറഞ്ഞു തന്നത് ഒരു ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നും പറഞ്ഞാൽ കേൾക്കുന്നവരുടെ കാലത്ത് നാട് മുടിഞ്ഞു പോകുമെന്നും. അല്ലെങ്കിലും ദൈവത്തെ അനുസരിക്കുക എന്നത് വിയർപ്പ് രക്തമാകുന്ന പ്രാർത്ഥന ആവശ്യമുള്ള സംഗതിയാണെന്ന് പഠിപ്പിച്ചത് ഗെത്സമനയിലെ പൊന്നുതമ്പുരാൻ തന്നെയല്ലേ സുഹൃത്തെ? പ്രാർത്ഥിക്കാം. ഒരുവൻ അപ്പം പിടിഞ്ഞ് ഉപവസിക്കുകയും വാക്കുകൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ എന്തു പ്രയോജനം? എന്തെന്നാൽ അത് അവൻ പണി നടത്തിയിട്ട് ഇടിച്ചു കളയുകയും കൂലി നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിന് തുല്യമാണ്. ആമേൻ. ആദരവോടെ സക്കേർ.